ഹലോ ഓൾ, 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഹോസ്റ്റൽ സൗകര്യത്തിൽ നിന്നുകൊണ്ട് ഫുള്ളി ഫ്രീ ആയിട്ട് പഠനവും ഹോസ്റ്റലും എല്ലാം ഫ്രീ ആയിട്ടുകൊണ്ട് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളത് എത്ര പേർക്ക് അറിയാം? നമ്മുടെ എല്ലാ ജില്ലകളിലും, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഗവൺമെൻറ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ചിട്ടുള്ള ജവഹർ നവോദയ വിദ്യാലയ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളിലേക്ക് 6th സ്റ്റാൻഡേർഡ് മുതലാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്ത 6th സ്റ്റാൻഡേർഡിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ടെസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ മറ്റ് ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വരുന്ന ഓഗസ്റ്റ് 10 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. ജനുവരി 20-നാണ് അതിൻ്റെ എക്സാം വരുന്നത്. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയറിലെ ജനുവരി 20-നാണ് അതിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് വരുന്നത്. അതിൽ മാത്തമാറ്റിക്സും സയൻസും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ ഇപ്പോൾ 5-ൽ പഠിക്കുന്ന നിങ്ങളുടെ ജൂനിയേഴ്സിനോട് ഈ ഒരു കാര്യം അറിയിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ അതിനെന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ ജനുവരി 20-നായിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ആൻഡ് അതിൽ സെലക്റ്റഡ് ആവുന്ന കുട്ടികൾക്കാണ് 6th സ്റ്റാൻഡേർഡ് മുതൽ 12th വരെ നവോദയ സ്കൂളിലെ ഹോസ്റ്റൽ സൗകര്യത്തിൽ നിന്നുകൊണ്ട് ഫുള്ളി ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാനുള്ള അവസരം കിട്ടുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അത് വിസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ചോദിക്കുക. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാം, അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതൊരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഈ ഒരു നവോദയ സ്കൂൾ സിസ്റ്റത്തിൽ കടന്നു വന്ന ആളുകളാണ്. അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, ഫൈനലി 12th കഴിഞ്ഞിട്ട് പാസ് ഔട്ട് ആവുന്ന കുട്ടികളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന സിസ്റ്റം ഓഫ് സ്കൂൾസ് ആണ് നവോദയ സ്കൂളുകൾ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ളി ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഹോസ്റ്റൽ സൗകര്യം ഫ്രീ ആണ്, ഫുഡ് ഫ്രീ ആണ്, യൂണിഫോം അടക്കം എന്താണ് നവോദയ സ്കൂളുകളിൽ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഈ ഒരു സ്കൂൾ സംവിധാനം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ ഈ സ്കൂൾ എവിടെയാണ് എന്നുള്ളതൊക്കെ അന്വേഷിക്കാം. നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ 5ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ പാരൻസുമായിട്ട് ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സിനും അയച്ചു കൊടുക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളും കൂടുതൽ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്